ഈ വീഡിയോയിൽ റഷ്യ ഉക്രൈൻ അതിൽ പ്രത്യേകിച്ച് സെലൻസ്കിയുടെ മേളിൽ കട്ട കലിപ്പിലാണ് US ഡൊണാൾഡ് ട്രംപ്. അത് വേറെ ഒന്നും കൊണ്ടല്ല, സെലൻസ്കിയെ ശരിക്കും ട്രാപ്പ് ചെയ്യാണ്. ഈ ട്രാപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒരു 500 ബില്യന്റെ ഒരു കണക്കും ചോദിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് 500 ബില്യൺ ജോ ബൈഡൻ ഈ ഉക്രൈന് കൈമാറിയതായിട്ട് ഇവിടെ കണക്ക് കാണിച്ചിട്ടുണ്ട് വൈറ്റ് ഹൗസിൽ. അപ്പൊ ഇത് USA ഇങ്ങനെ ഒരു കണക്കുണ്ട്. അപ്പൊ ഇതിന്റെ അക്കൗണ്ടബിലിറ്റി ചോദിച്ചുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് പ്രസ്താവന ഇറക്കിയത്. ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഈ ഒരു 500 മില്യൺ ഇവിടെ നീ മേടിച്ചിട്ടുണ്ടല്ലോ, അതിന്റെ കണക്കും കാര്യങ്ങളൊക്കെ ഒന്ന് വേണം. ഇനി അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു 500 മില്യൺ തിരിച്ചു തരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന് ഡൊണാൾഡ് ട്രംപ് ഒരു ബിസിനസ്മാൻ ആണ്, ആ രീതിയിൽ തന്നെയാണ് സെലൻസ്കിയെ ഡീൽ ചെയ്യുന്നത്. കാര്യം വേറെ ഒന്നല്ല, സെലൻസ്കി ഇന്നലെ ഡൊണാൾഡ് ട്രംപ് അയച്ചു കൊടുത്ത ഒരു പീസ് എഗ്രിമെന്റ്, ഈ യുദ്ധം നിർത്താനുള്ള ഒരു എഗ്രിമെന്റ് നിരുപാധികം തള്ളിക്കളയാണ് ചെയ്തത്. അത് തള്ളിക്കളഞ്ഞതോടുകൂടി തന്നെയാണ് ഇങ്ങനെ ഒരു അമേരിക്കയ്ക്കെതിരെ ഉള്ള ഒരു നിലപാട് ഉക്രൈൻ എടുത്തതായിട്ട് ഒഫീഷ്യലി തന്നെ അനൗൺസ് ചെയ്യപ്പെട്ട ഒരു അവസ്ഥയാണ്. ഉക്രൈൻ അൾട്ടിമേറ്റ്ലി ഒരു പൊസിഷൻ എടുത്തിരിക്കുകയാണ്, അതായത് അമേരിക്കയ്ക്കെതിരെയുള്ള ഒരു പൊസിഷനാണ് എടുത്തിരിക്കുന്നത്. അത് ഈ ഒരു എഗ്രിമെന്റ് തള്ളിക്കളഞ്ഞതിലൂടെ അത് വളരെ വ്യക്തമായി. അപ്പൊ അതുകൊണ്ട് ഇന്ന് ഒരു പത്രസമ്മേളനം നടത്തിക്കൊണ്ട് കാര്യങ്ങളൊക്കെ വിശദീകരിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് സെലൻസ്കി. അപ്പൊ വൈകാതെ തന്നെ അതിന്റെ വിഷയങ്ങളൊക്കെ പുറത്തു വരും. വേറെ ഒന്നുമല്ല, ഈ ഒരു 500 ബില്യന്റെ ഒരു കണക്ക് പറയാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിൽ സെലൻസ്കി പറഞ്ഞിരിക്കുന്നത് 90 മില്യൺ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ, ബാക്കിയുള്ളതൊന്നും 410 മില്യന്റെ കണക്കൊന്നും എനിക്കറിയത്തില്ല എന്നാണ് സെലൻസ്കി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് ഇപ്പൊ രണ്ട് വിഷയങ്ങളാണ് വരുന്നത്. ഒന്ന്, അമേരിക്കയിൽ ഈ 500 മില്യൺ ശരിക്കും സെലൻസ്കിക്ക് കൊടുത്തോ എന്നുള്ളൊരു ചോദ്യം അവിടെ വരുന്നുണ്ട്. അതായത് അറ്റ് എ ടൈമിൽ രണ്ടുപേരെ വീഴ്ത്താനുള്ള ശ്രമമാണ് ഇപ്പം ഡൊണാൾഡ് ട്രംപ് കാണിക്കുന്നത്. ആ ശ്രമത്തിലെ നമ്പർ 1 ജോ ബൈഡൻ ആണ്. കാര്യം പുള്ളിയാണ് പൈസ കൊടുത്തത്. അപ്പൊ അതിന്റെ കണക്കും കാര്യങ്ങളൊക്കെ ഇനി ജോ ബൈഡനും അവരുമായിട്ട് ബന്ധപ്പെട്ട പാർട്ടി അനുയായികളും കാര്യങ്ങളൊക്കെ പറയേണ്ടി വരും. അപ്പൊ അതുപോലെ ഡെമോക്രറ്റുകളെ മൊത്തത്തിൽ ഒരു പരിങ്ങലിലാക്കുന്ന ഒരു തീരുമാനങ്ങളാണ് തുടരെ ട്രംപ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനെ ചൊല്ലി ഇപ്പൊ അടുത്തിപ്പോ നോക്കുമ്പോഴത്തേക്ക് സെലൻസ്കി പറയുന്നത് എന്റെ കയ്യിൽ കിട്ടിയത് 90 ബില്യൺ ആണ്, 90 ബില്യന്റെ കണക്ക് എന്റെ കയ്യിലുണ്ട്, ഞാൻ തരാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കണക്കും കാര്യങ്ങളൊക്കെ ഈ ഒരു പത്രസമ്മേളനത്തിൽ വിശദീകരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ 90 ബില്യന്റെ കണക്ക് സെലൻസ്കി കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി 410 ബില്യന്റെ കണക്ക് ആര് കൊടുക്കും? ഇതൊരു വലിയ ചോദ്യചിഹ്നമാണ്. ഇതിൽ ഡെമോക്രാറ്റുകൾ മൊത്തത്തിൽ പരിങ്ങലാവുന്ന ഒരു അവസ്ഥയാണ്. ഇത് ക്ലിയർ കട്ടായിട്ടുള്ള കണക്കുകൾ പുറത്തു വരേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ് ഡൊണാൾഡ് ട്രംപിന്റെയും ഇലോൺ മസ്കിന്റെയും ഒക്കെ അഭിപ്രായം. അപ്പൊ ഡൊണാൾഡ് ട്രംപിന് ഈ ഒരു പൈസ കൊടുത്തതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യങ്ങൾ അറിയത്തില്ല. കാര്യം വേറെ ഒന്നുമില്ല, ഈ ഒരു 410 തന്നെ ഒരു പക്ഷേ ഈ ഒരു ആയുധം കൊടുത്ത രീതിയിൽ, അതായത് അമേരിക്കയിൽ ഒരുപാട് നമ്മൾ ഇതിനു മുമ്പ് തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്താണ് ഇവർ ഈ കൊടുക്കുന്ന ഫണ്ടിൽ നിന്ന് തന്നെയാണ് ഈ ഒരു ആയുധങ്ങളും കൂടെ സപ്ലൈ ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആയുധത്തിന്റെ ഷിപ്പിംഗ് കോസ്റ്റ്, അതേപോലെ അമേരിക്കയിൽ ഏതാണ് കമ്പനി, ആ കമ്പനി സപ്ലൈ ചെയ്യുന്ന വെപ്പൺ സപ്ലൈ ചെയ്യുന്ന കമ്പനി, ആ കമ്പനിക്കുള്ള പേയ്മെന്റ് എല്ലാം കൂടെ ചേർത്തിട്ടാണ് ഈ ഒരു എയ്ഡിൽ ഈ കൊടുക്കുന്ന തുകയിൽ വരുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ എന്തായാലും കണക്ക് എന്തായാലും പുറത്തു വരട്ടെ, അപ്പൊ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും. അപ്പൊ അതുപോലെ തന്നെ സെലൻസ്കിയുടെ ചില നയങ്ങളും കൂടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് വേറെ ഒന്നുമല്ല, ഉക്രൈനെ നിങ്ങൾ നാറ്റോയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പം ഈ സ്പോട്ടിൽ റിസൈൻ ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വലിയൊരു ഓഫറായി പോയി. നീ നാറ്റോയിൽ കയറരുതെന്ന് പറഞ്ഞിട്ടാണ് അവിടെ യുദ്ധം നടക്കുന്നത്. നീ പറയുന്നത് എന്താണ്? വിജയിക്കാൻ, അതായത് ഉക്രൈൻ യുദ്ധത്തിൽ വിജയിക്കാനുള്ള മാർഗമായിട്ട് നീ കരുതുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഉക്രൈനെ നാറ്റോയിൽ കൊള്ളിക്കാന്നുള്ളതാണ്. ഇത് നടക്കത്തില്ല. ഇത് വളരെ ശക്തമായിട്ട് ട്രംപിന്റെ സൈഡിൽ നിന്ന് ഓൾറെഡി തന്നെ JD വാൻസ് ഉൾപ്പെടെ ഇതിനെ എതിർത്ത് സംസാരിച്ചിട്ടുണ്ട്. അമേരിക്കയുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ മൈക്ക് വാട്സ് ഒക്കെ തീർത്ത് പറഞ്ഞതാണ് ഉക്രൈൻ നാറ്റോയിൽ ഒരിക്കലും കയറാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിലുള്ള തീരുമാനം ഉറപ്പിച്ചെടുത്താണ്. നാറ്റോ തന്നെ സംഘടന പല രീതിയിൽ വീക്കൻ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് കാണാൻ കഴിയുന്നത്. ആ രീതിയിലാണ് ഇപ്പോൾ ഇതാ ഉക്രൈൻ വീണ്ടും നാറ്റോയിൽ ഇപ്പോൾ ചേരണം എന്നുള്ളൊരു പുതിയ ശക്തിയായിട്ട് മാറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സെലൻസ്കി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ സെലൻസ്കി ഈ ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് എന്തെല്ലാം ഇനി വിളിച്ചു പറയാൻ പോകുന്നു എന്നുള്ള നിലയിൽ ഒരു അഭിപ്രായവും ഉക്രൈന്റെ ഉള്ളിൽ നിന്ന് വരുന്നുണ്ട്. ഇതിന് കാരണം പിന്നെ സെലൻസ്കി ഇതിന്റെ കാരണമായിട്ട് പറയുന്നത്, അതായത് അമേരിക്ക ഇത്രയും വലിയൊരു തുക നമുക്ക് തന്നിട്ട് നമ്മൾ അതിനെ കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്തില്ല, മിസ്യൂസ് ചെയ്തു എന്നുള്ള രീതിയിലുള്ള ഒരു ധാരണയാണ് മറ്റുള്ള ജനങ്ങൾക്ക് വരുന്നത്. അപ്പൊ ഇപ്പൊ ജർമ്മനി ആയിക്കോട്ടെ, നാറ്റോ രാജ്യങ്ങളായിക്കോട്ടെ, ഇവരൊക്കെ നമുക്ക് ഫണ്ട് തരാൻ വേണ്ടി ഇരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അവർക്കും ഒരു തോന്നൽ ഉണ്ടാവത്തില്ലേ, നമ്മളൊരു 200-300 ബില്യൺ കൊടുത്തു കഴിഞ്ഞാൽ സെലൻസ്കി ഒരു 10-20 രാജ്യത്തിന് വേണ്ടി ചെലവാക്കിയിട്ട് ബാക്കിയെല്ലാം പോക്കറ്റിലിടും, ഇല്ലെങ്കിൽ വിഴുങ്ങും എന്നുള്ള നിലയിലുള്ള ഒരു ചിന്ത മറ്റുള്ളവർക്ക് വരത്തില്ലേ? അപ്പൊ അതിനകത്ത് ജെന്യൂനിറ്റി ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഈ കണക്കും കാര്യങ്ങളുമായിട്ട് പുറത്തു വന്നൊരു പത്രസമ്മേളനം നടത്തണം എന്നുള്ള ജെന്യൂൻ ആയിട്ടുള്ള ഒരു കോസ് ആയിട്ടാണ് അയാൾ പറയുന്നത്. നമുക്ക് കേൾക്കുമ്പോൾ ജെന്യൂൻ ആയിട്ട് തന്നെയാണ് തോന്നുന്നത്. അപ്പൊ മേടിച്ച പൈസയുടെ കണക്ക് പുള്ളിയുടെ കയ്യിലുണ്ടെങ്കിൽ പുള്ളി അത് പത്രസമ്മേളനം നടത്തി പുറത്ത് പറയുന്നതിൽ തെറ്റൊന്നുമില്ല, അത് പറയേണ്ടത് തന്നെയാണ്. തീർച്ചയായിട്ടും ഇനി ഒരു ഇലക്ഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ, കാരണം അമേരിക്ക പുഷ് ചെയ്യുന്നുണ്ട് ഇലക്ഷൻ നടത്താൻ വേണ്ടിയിട്ട്, പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുക, കാരണം നിങ്ങൾക്ക് മെജോറിറ്റി ഇല്ല എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ ഒരു പൈസയുടെ കേസ് ഡൊണാൾഡ് ട്രംപ് പ്രധാനമായിട്ട് എടുത്തുകൊണ്ട് വരുന്നത് ഒരു മിനറൽ ഡീൽ ഉറപ്പിക്കാനാണ്. അവിടെ ഉക്രൈന്റെ അസറ്റുകളായിട്ടുള്ള മിനറൽ ഡീലുണ്ട്. അവിടെ കോടിക്കണക്കിൽ മിനറൽ അസറ്റ് ഉള്ള ഒരു രാജ്യമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഉക്രൈൻ. ശരിക്കും പറഞ്ഞാൽ യൂറോപ്പിന്റെ ബ്രെഡ് ബാസ്ക്കറ്റ് എന്നാണ് വിളിക്കപ്പെടുന്നത്. അപ്പൊ ആ രീതിയിൽ സമ്പന്നമായിട്ടുള്ള രാജ്യമാണ്. അപ്പൊ അവിടുത്തെ മിനറൽസിന് വേണ്ടിയിട്ടുള്ള ഡീൽ ഉറപ്പിക്കാൻ, കാരണം ചൈനയുടെ സൈഡിൽ നിന്ന് മിനറൽസ് ഒക്കെ നിർത്തി വെച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ അതിന് ചില റെയർ എർത്ത് മിനറൽസ് ഒക്കെ ഇവിടെ നിന്ന് എടുക്കാനുള്ള പദ്ധതിയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഉക്രൈനെ ഈ രീതിയിൽ ഒന്ന് ശ്രമിക്കാം. അതായത് സെലൻസ്കി വഴങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ഇലക്ഷൻ നടത്തി പുതിയ സർക്കാരിനെ സപ്പോർട്ട് ചെയ്ത് അവരെ ഫണ്ട് ചെയ്ത് പുതിയ സർക്കാരിനെ ഉക്രൈനിൽ കൊണ്ടുവന്നിട്ട്
ആ സർക്കാരുമായിട്ട് ഈ ഒരു മിനറൽ ഡീലിലേക്ക് പോവാം എന്നുള്ളൊരു ചിന്താഗതിയും അമേരിക്കയ്ക്കുണ്ട്. അതും നമുക്ക് പറയാതെ പോകാൻ വയ്യ. ഉക്രൈനിലെ ഭരണം അട്ടിമറിക്കുന്നതിലൂടെ അമേരിക്ക 2 വിഷയങ്ങളാണ് പ്ലാൻ ചെയ്യുന്നത്. ഒന്ന്, യുദ്ധം നിർത്തുക. ആ കുറച്ച് സ്ഥലമാണെങ്കിൽ കുറച്ച് സ്ഥലം റഷ്യ എടുത്തുകൊണ്ട് പോട്ടെ, ഒഴിഞ്ഞു പോട്ടെ. ബാക്കിയുള്ള സ്ഥലം നമുക്ക് എങ്ങനെയും മിനറൽ ചോർത്താൻ വേണ്ടിയിട്ട് ഏതെങ്കിലും രീതിയിൽ ഡീൽ ഒപ്പിട്ടെടുക്കണം എന്നുള്ള രീതിയിലുള്ള ആ ഒരു ഇന്റൻഷൻ കൂടെ അമേരിക്കയ്ക്ക് ഇതിന്റെ പുറകിൽ ഉണ്ട് എന്നുള്ളതാണ് വ്യക്തമായിട്ടുള്ള കാര്യം. പിന്നെ ഈ ഡോജ് സംഘടന അമേരിക്കയുടെ ഉള്ളിൽ നടത്തുന്ന ഇതേപോലത്തെ ചില അന്വേഷണങ്ങൾക്ക് പുറകില് ശരിക്കും പറഞ്ഞാൽ ഒരു കൂട്ടത്തോടെ റിസൈൻ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അത് വേറെ ആരുമല്ല, ബ്ലാക്ക് റോക്ക് സംഘടനയിൽ നിന്ന് ഒരുപാട് ആൾക്കാർ റിസൈൻ ചെയ്ത് സ്വമേധയാ റിസൈൻ ചെയ്ത് പോയിരിക്കുന്ന ഒരു അവസ്ഥയാണ് കാണാൻ കഴിയുന്നത്. ഇത് തന്നെ സൂചിപ്പിക്കുന്നത് കുറെ അഴിമതികളുടെ പുറകില് ഇങ്ങനത്തെ ചില ആൾക്കാരൊക്കെ ഉണ്ട് എന്നുള്ളൊരു സൂചന ഇൻഡയറക്റ്റ് ആയിട്ട് പുറത്തു വരുന്നുണ്ട്. ഇതൊക്കെ കൂടുതൽ അന്വേഷണങ്ങൾ നടന്ന് തെളിവ് പുറത്തു വരേണ്ട കാര്യങ്ങളാണ്. ഇങ്ങനെ ഒരു ന്യൂസും കൂടെ വരുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഈ ബ്ലാക്ക് റോക്ക് സംഘടനയെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോകൾ ഇട്ടിട്ടുണ്ട്. നമ്മുടെ വീഡിയോകളിൽ ഉടനീളം നമ്മൾ പരാമർശിച്ച് പോയിട്ടുണ്ട്. അതുപോലെ കേഴ്സ്ക് എന്ന് പറഞ്ഞ ആ ഒരു മേഖലയിൽ നിന്ന് റഷ്യയുടെ ഒരു ഏരിയ ഉക്രൈൻ പിടിച്ചു വെച്ചതായിട്ട് കുറെ നാൾ കൊണ്ട് അവകാശം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ സംഭവിച്ചിരിക്കുന്ന പറഞ്ഞാൽ റഷ്യ ആ ഒരു മേഖലയിൽ ആക്രമണം നടത്തുകയും 3 വില്ലേജുകൾ ഈ കേഴ്സ്ക് മേഖലയിൽ പിടിച്ചെടുത്തതായിട്ടും അവിടെ നിന്ന് ഉക്രൈൻ സോൾജേഴ്സിനെയൊക്കെ ഓട്ടിച്ചു വിട്ടതായിട്ടുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. കേഴ്സ്ക് മേഖല മൊത്തത്തിൽ പിടിച്ചെടുക്കാനുള്ള ഒരു പദ്ധതിയുമായിട്ട് റഷ്യ ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ റഷ്യ കൂടുതൽ സ്ഥലങ്ങൾ അഗ്രസീവായിട്ട് പിടിച്ചെടുക്കാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു സെലൻസ്കി ഇങ്ങനെ ഒരു ഡിലേ ചെയ്തുകൊണ്ടിരിക്കുന്നിടത്തോളം, ഇങ്ങനെ സെലൻസ്കി ഒരു പീസ് എഗ്രിമെന്റിൽ ഇങ്ങനെ ഡിലേ വരുത്തിക്കൊണ്ട് പോകുന്നിടത്തോളം കാലം ഏറ്റവും കൂടുതൽ സ്ഥലം റഷ്യ ഏറി പിടിക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണെന്നാണ് വിദഗ്ധർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ രീതിയിലുള്ള ആക്രമണങ്ങൾ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കേഴ്സ്ക് മേഖല ഇനി 2-3 ദിവസത്തിൽ പൂർണ്ണമായിട്ടും റഷ്യയുടെ കീഴിലാവുമെന്നാണ് പറയുന്നത്. അതിലുപരിയായിട്ട് ഈ ഒരു കടലുമായിട്ട് ബന്ധപ്പെട്ട ഈ കടലുമായിട്ട് കണക്ടിവിറ്റി ഉള്ള ഉക്രൈന്റെ ഭാഗങ്ങൾ എല്ലാം തന്നെയും റഷ്യ പൂർണ്ണമായിട്ട് കൈയടക്കിയതായിട്ടാണ് പറയുന്നത്. അതായത് 80 മുതൽ 90% ഈ ഒരു സീ ഷോർ ക്രീമിയയുടെ ഭാഗത്ത് താഴോട്ട് കിടക്കുന്ന അത്രയും സ്ഥലങ്ങൾ മൊത്തത്തിൽ തന്നെ റഷ്യ കൈയടക്കിയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു സീ പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ഏരിയ മൊത്തം ഉക്രൈന് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. സീ ഓഫ് അസേവ് എന്ന് പറയും. ഈ സീ ഓഫ് അസേവ് എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലം ഞാൻ ഈ മാപ്പിൽ കാണിക്കുന്ന ആ ഒരു സ്ഥലത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവും കൃത്യമായിട്ട്. ഇത്രയും സ്ഥലങ്ങൾ പൂർണ്ണമായിട്ടും ഈ ഒരു റെഡ് കളറിൽ പിങ്ക് കളറിലൊക്കെ മാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലങ്ങളെല്ലാം തന്നെ റഷ്യ കൈയടക്കി വെച്ചിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഉക്രൈൻ പൂർണ്ണമായിട്ടും ലോസ്റ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇപ്പൊ കാണാൻ കഴിയുന്നത്. ശരിക്കും പറഞ്ഞാൽ തോൽവി, പക്ഷെ തോൽവി പുറത്ത് സമ്മതിക്കാൻ കഴിയാത്തൊരവസ്ഥയാണ്. കാരണം ഇവരെ പിന്തുണച്ചിരുന്ന അമേരിക്ക ഇതിൽ നിന്ന് പിൻവലിഞ്ഞു. അമേരിക്ക യുദ്ധം നിർത്തി കഴിഞ്ഞു. എന്നാ പിന്നെ ഉക്രൈൻ നിർത്തേണ്ടതാണ്. അതാണ് ഇവിടുത്തെ പ്രശ്നം. എടേ, ഞാനാണ് പൈസ എന്ന് നിന്നെ യുദ്ധം നടത്താൻ പറഞ്ഞത്. ഇപ്പൊ ഞാൻ പറയുന്നത് നിർത്തിക്കോന്ന്, അപ്പൊ പിന്നെ നിനക്ക് നിർത്തിക്കൂടെ എന്നാണ് ഇപ്പൊ ചോദിക്കുന്നത്. അങ്ങനെ നീ പറയുമ്പോൾ നിർത്താനുള്ളതല്ല യുദ്ധം, ഞാൻ സ്വന്തമായിട്ട് നടത്തും എന്നാണ് ഇപ്പൊ സെലൻസ്കി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ഒറ്റ കാഴ്ചയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ അമേരിക്ക ചോദിക്കുന്നത് ഒരു 500 ബില്യൺ ആണ്. 500 ബില്യന്റെ കണക്കാണ്. ഇപ്പൊ വേൾഡ് ബാങ്ക് ഇപ്പോൾ ഒരു കണക്ക് പുറത്തുവിട്ടിരിക്കുകയാണ്. വേൾഡ് ബാങ്ക് നടത്തിയ ഒരു കണക്ക് എന്ന് പറഞ്ഞാൽ 486 ബില്യൺ ഉണ്ടെങ്കിൽ ഈ ഉക്രൈനെ തിരിച്ച് യുദ്ധത്തിന് മുമ്പ് ഏത് അവസ്ഥയിലാണോ ഇതിന്റെ കൺസ്ട്രക്ഷൻസും ഇതിന്റെ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നത് അതേ രീതിയിൽ റീകൺസ്ട്രക്ഷൻ ചെയ്യാനും പുനരധിവസിപ്പിക്കാനും, അതായത് ഈ ഒരു ഉക്രൈനിലെ ജനങ്ങളെ പുനരധിവസിപ്പിക്കാനൊക്കെ ഈ ഒരു എമൗണ്ട് മതിയാവും എന്നാണ് പറയുന്നത്. 486 ബില്യൺ. അതാണ് വേൾഡ് ബാങ്ക് ഇട്ടിരിക്കുന്ന ഒരു കണക്ക്. ഈ ഡൊണാൾഡ് ട്രംപിന്റെ ഒരു 500 ബില്യന്റെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ ആ ഒരു പൈസ ശരിക്കും ഉക്രൈനിന് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ആ ഒരു രാജ്യത്തിനെ ഏത് രീതിയിൽ റീകൺസ്ട്രക്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റി ഉള്ള ഒരു എമൗണ്ട് ആണ് പുള്ളിയുടെ കയ്യിൽ കിട്ടിയത്. അപ്പൊ അതിനെ മൊത്തം യുദ്ധം ചെയ്ത് തീർത്ത ഒരു അവസ്ഥയാണ് ഇപ്പൊ നമുക്ക് കാണാൻ കഴിയുന്നത്. അഥവാ ഈ ഒരു ഫുൾ എമൗണ്ട് സെലൻസ്കിയുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ, 90 മില്യൺ ആണ് കിട്ടിയതെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനോട് യോജിക്കുന്നില്ല. പക്ഷെ അല്ലാന്നുണ്ടെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഉക്രൈൻ നല്ലൊരു എമൗണ്ട് ആയിരുന്നു. ആ രാജ്യത്തിന്റെ പുരോഗതിക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ശക്തമായ ഒരു ഫണ്ട് ആയിരുന്നു അത്. വേൾഡ് ബാങ്കിന്റെ റിപ്പോർട്ട് പ്രകാരം നമ്മൾ അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഈ ഉക്രൈനില് ഈ ജപ്പാൻ ശരിക്കും ഈ ഒരു റഷ്യ ഉക്രൈൻ വാറിൽ ഉക്രൈന്റെ ഭാഗത്ത് നിന്ന് വരുന്ന സോൾജേഴ്സ്, അതായത് യുദ്ധത്തിലൊക്കെ പരിക്കേറ്റ് വരുന്ന ആൾക്കാർക്കൊക്കെ ചികിത്സ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. അപ്പൊ അവർ ഫ്രീ ആയിട്ടാണ് അവർ സർവീസ് കൊടുക്കുന്നത്. അപ്പൊ ആ ഒരു സർവീസ് അവർ തുടർന്ന് കണ്ടിന്യൂ ആയിട്ട് ഞങ്ങൾ കൊടുക്കും എന്നുള്ളൊരു ഉറപ്പും കൂടെ കൊടുത്തിട്ടുണ്ട് ഉക്രൈന്. ഈ ജപ്പാൻ തുടർന്ന് അത് കണ്ടിന്യൂ ചെയ്യാണ് അവരുടെ ഒരു പ്രവൃത്തി. വളരെ നല്ല പ്രവൃത്തിയാണ്. ഇതിനകത്ത് വേറൊരു കൾപ്രിറ്റും കൂടെ ഉണ്ട്. അത് വേറെ ഒന്നുമല്ല, പോളണ്ടാണ്. പോളണ്ട് ശരിക്കും പറഞ്ഞാൽ 91 മില്യൺ യൂറോയുടെ ഒരു കറപ്ഷൻ നടന്നിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അത് വേറെ ഒന്നല്ല, ഈ ഗവൺമെന്റിൽ ഇവര് ബില്ലൊക്കെ പാസ്സാക്കി പ്രൈവറ്റ് ആയിട്ട് കുറച്ച് ഇലക്ട്രിസിറ്റി വാങ്ങിച്ച് അതിന് വേണ്ടിയിട്ടുള്ള ട്രാൻസ്ഫോമറും കാര്യങ്ങളൊക്കെ മേടിച്ച് ഇലക്ട്രിസിറ്റി അവിടെ തന്നെ ഉൽപ്പാദിപ്പിച്ച് അവിടെ നിന്ന് ഒരു പ്രൈവറ്റ് ഏജൻസിയിൽ നിന്ന് പർച്ചേസ് ചെയ്ത് പൈസ കൊടുത്ത് പർച്ചേസ് ചെയ്ത് ആ ഒരു ഇലക്ട്രിസിറ്റി ഉക്രൈന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബില്ല് അവർ പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ബില്ലില് ആക്ച്വൽ കോസ്റ്റിനേക്കാളും ഇരട്ടി വിലയ്ക്കാണ് ഈ ഒരു ഇലക്ട്രിസിറ്റി പർച്ചേസ് ചെയ്തതായിട്ടും, അതുപോലെ തന്നെ അപ്പൊ അവിടെ തന്നെ കറപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഈ ട്രാൻസ്ഫോമേഴ്സ് ഒക്കെ മേടിച്ച് ആ വകയിൽ ബില്ലൊക്കെ സബ്മിറ്റ് ചെയ്തതിൽ അവിടെയും കറപ്ഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കാം. അവിടെയും കറപ്ഷൻ ഉള്ളതായിട്ട് വാർത്തകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ഇലക്ട്രിസിറ്റി വിറ്റതിന്റെ വകയിലും മേടിച്ച യൂണിറ്റ് അല്ല കൊടുത്തത് എന്നുള്ള നിലയിലുള്ള ചില ആരോപണങ്ങളും വരുന്നുണ്ട്. അപ്പൊ അത് മിസ്യൂസും ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതായത് ഉക്രൈൻ ഉപയോഗിക്കുന്നതിന് പകരം ആ കുറച്ച് ഇലക്ട്രിസിറ്റി പോളണ്ടിനും കൂടെ അവർ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ അണ്ടർ ഈ ഒരു ഉക്രൈന്റെ ആ ഒരു ബഡ്ജറ്റിന്റെ ബില്ലിൽ. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ ഒരു കറപ്ഷനാണ്. ഇത് പോളണ്ടിന്റെ ഉള്ളിൽ ഇന്റർണൽ കറപ്ഷനാണ്. പക്ഷെ അത് ഉക്രൈന്റെ പേരിൽ നടത്തിയ കറപ്ഷനാണ്.
അങ്ങനെ ഒരു വിഷയം കൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയാണ് നാറ്റോ യൂറോപ്പ് രാജ്യങ്ങളൊക്കെ ഇപ്പൊ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവരെ വിശ്വസിച്ച് വേണം ഉക്രൈനിലെ സെലൻസ്കി ഇനി തീരുമാനം എടുക്കാൻ. ഈ ഉക്രൈൻ ശരിക്കും പറഞ്ഞാൽ വിജയിക്കുമോ, അല്ലെങ്കിൽ ഉക്രൈന്റെ നാശത്തിനാണോ ഈ ഒരു ചുറ്റിപ്പറ്റിയിരിക്കുന്ന ആൾക്കാർ ഇങ്ങനെ ഉക്രൈനെ ബൂസ്റ്റ് ചെയ്ത് നിലനിർത്തുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. റഷ്യ ഒന്നും അങ്ങനെ ആരെയും കയറി പിടിക്കത്തൊന്നുമില്ല. റഷ്യക്ക് അങ്ങനെ കയറി പിടിക്കണമെന്നുണ്ടെങ്കിൽ ചുറ്റിപ്പറ്റി കിടക്കുന്ന ബാൾട്ടിക് രാജ്യങ്ങൾ കുറേ ഉണ്ട്. അതൊക്കെ ഇപ്പൊ അങ്ങനെ നിലനിന്ന് പോകത്തൊന്നുമില്ല. റഷ്യ വിചാരിച്ചിരുന്നെങ്കിൽ പണ്ടേ പിടിക്കായിരുന്നു. ആര് ചോദിക്കാൻ, ആരും ചോദിക്കാനില്ല അവിടെ. അപ്പൊ എന്തായാലും സെലൻസ്കിയുടെ പത്രസമ്മേളനമൊക്കെ വരട്ടെ. അപ്പൊ ഫർദർ ഡെവലപ്മെന്റ്സ് യുഎസിൽ നിന്ന് വരുന്ന മുറയ്ക്ക് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറിയിക്കാം. അപ്പൊ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.